അഖിൽ മാരാർ മലയാളികൾക്കിടയിൽ വലിയ മതിപ്പുള്ളൊരു പേരായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ സോഷ്യലി പൊളിറ്റിക്കൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനമായി അഖിലിനുണ്ടായ ഇമേജ് വളരെയധികം നെഗറ്റീവാണ്. അല്ലെങ്കിൽ അഖിൽ ഉണ്ടാക്കിയെടുത്ത ഇമേജ് വളരെയധികം നെഗറ്റീവാണ്, മാതൃകയാക്കാൻ പറ്റാത്തതാണ്. ശാരിക, നമ്മൾ ഏറ്റവും അവസാനമായി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്യുമ്പോൾ ലൈവിൽ വന്നിരുന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമൊക്കെ എതിരെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ പോലും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്ന അഖിലിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുശേഷം എന്തായാലും ഈ ഒരു BNS നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലെ 152-ാമത്തെ വകുപ്പ് അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് എന്തായാലും പോലീസ് അഖിലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അഖിൽ എന്തായാലും വലിയ ആക്റ്റീവ് അല്ല, ആളൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. ഒതുങ്ങിയല്ല, അതിന് മുങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാല്ലേ. കാരണം പുള്ളി മാളത്തിൽ ഒളിച്ചോ ഇത്രയും. അപ്പം അഖിലിനും ഇച്ചിരി ഭീരുത്വം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെയ്ത് തെറ്റായത് കൊണ്ടാണല്ലോ ഒളിച്ചിരിക്കുന്നത്. പിന്നെ അഖിൽ ന്യായീകരിച്ച് മെഴുകാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചർച്ചയ്ക്ക് ശേഷം പുള്ളി വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പുള്ളി ലൈവിലാണ് വന്നത്, പിന്നെ ആർക്കും വളച്ചൊടിക്കാനൊന്നും പറ്റത്തില്ല. ഊതി വീർപ്പിച്ച ബലൂണാണ് ഇൻസ്റ്റയിൽ വന്ന സ്റ്റേറ്റ്മെന്റുകൾ. അല്ലാതെ എന്റെ രാജ്യത്തെ ആന്റി നാഷണലിസ്റ്റ് എന്നോ എന്നൊക്കെ എന്നെ വിളിക്കുന്നു, അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു, ഞാൻ രാജ്യവിരുദ്ധനല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അഖിൽ പറയാൻ പാടില്ലാതിരുന്ന കുറെ കാര്യം, നമ്മുടെ സൈന്യത്തെ അവഹേളിച്ച് പുള്ളി സംസാരിച്ചു. നമ്മുടെ രാജ്യം മനഃപൂർവ്വമാണ് യുദ്ധം പിൻവലിച്ചതെന്നും മറ്റുള്ള ആളുടെ വാക്ക് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെയോ ഇറ്റലിയുടെയോ ആരുടെയോ ഏതോ രാജ്യത്തിന്റെ ആയിക്കോട്ടെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ ബാക്ക് ഔട്ട് അടിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യ കൃത്യമായ ഭാഷയിൽ, കൃത്യമായ ആ ഒരു എന്താ പറയുന്നത്, അവർക്ക് കറക്റ്റ് ഒരു ഐഡിയ വെച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലേക്ക് തിരിച്ചടി കൊടുത്തത്. അതിൽ ഒരു ബുള്ളറ്റ് പോലും വെറുതെ പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പീരങ്കി പോലും വെറുതെ പോയിട്ടില്ല, ഒരു മിസൈൽ പോലും വെറുതെ പോയിട്ടില്ല എന്ന് നല്ല ഉറപ്പോടു കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും പ്ലാൻഡ് ആക്കി ചെയ്ത്. അത്രയും കാര്യത്തെയും ഒരൊറ്റ ലൈവിൽ വന്നിരുന്നുകൊണ്ട് വെറും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ച് എന്ന് മാത്രമല്ല, രാജ്യം ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പോലെ അവരുടെ നാട്ടിലെ ഒരു ഭീകര സംഘടനയാണ് ബലൂചിസ്ഥാൻ. അതായത് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന അവരുടെ നാട്ടിലെ അവരുടെ ആഭ്യന്തര കലഹക്കാരാണ്. അവരെ വളർത്തുന്നത് ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. അവർക്ക് വേണ്ടി ആയുധങ്ങൾ വരെ കയറ്റി വിടുന്നത് ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ ഗവൺമെന്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കൂടിയായിട്ടായി പോയി പറഞ്ഞത്. അപ്പോൾ ഇത്രയും നാണം കെട്ടവനാണോ നമ്മുടെ പ്രധാനമന്ത്രി എന്ന തരത്തിലൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ ഏതൊരാളെ വിമർശിക്കാനുള്ള ഒരു അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇങ്ങനെയല്ല അഖിൽ മാരാർ ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാലിൽ തീ പിടിച്ച പോലെ അഖിൽ മാരാർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു കുറ്റമല്ല, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം എന്നുള്ളൊരു വകുപ്പുകൾ തന്നെയാണ് കൃത്യമായിട്ട് ചുമത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ വന്നിരുന്ന അത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള രീതിയിലുള്ള വളരെ ഒഫൻസീവായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഗ്രാവിറ്റിയുള്ള വകുപ്പുകൾ തന്നെയാണ് എന്തായാലും പോലീസ് ചുമത്തിരിക്കുന്നത്. കൊട്ടാരക്കരയിലെ ഏതൊരു BJP മണ്ഡലം പ്രസിഡന്റ് എന്തോ ആണെന്ന് തോന്നുന്നു പരാതി കൊടുത്തിരിക്കുന്നത്. ഈ നമ്മുടെ അഖിൽ മാരാറും കൊട്ടാരക്കരക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള പല വൈരാഗ്യമൊക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്നൊക്കെയാണ് അഖിലിന്റെ ന്യായീകരണം. അതിന് ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നീക്കിയിട്ടുണ്ട്, എനിക്ക് നീതി കിട്ടും. അതിനുശേഷം മുൻകൂർ ജാമ്യമൊക്കെ കിട്ടിയ ശേഷം സംസാരിക്കാനൊക്കെ ഉള്ള അനുമതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ ഇനിയും കാര്യങ്ങൾ പറയും, എനിക്കെതിരെ 1000 കേസുകൾ എടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ കാത്തിരുന്നു, പാക്കലാം എന്നൊക്കെയുള്ള ലൈനിലാണ്. അത് സത്യത്തിൽ അഖിലിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ പുള്ളി സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങളും പുള്ളി ലൈവിൽ വന്നിരുന്ന അത് ഇരുന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പുള്ളിയെ ഒരു വീരനെ പോലെയാണ് അപ്പോൾ ആൾക്കാർ ലൈവിൽ വന്നിരുന്ന് സംസാരിച്ചു. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ജയോട് പറഞ്ഞിരുന്നു, ജയ് ആദ്യമായിട്ടാണ് ഞാൻ അഖിലിന്റെ ലൈവ് കാണുമ്പോൾ താഴെ നിന്ന് ഇറങ്ങിപ്പോടാ മൂരാച്ചി, നീ രാജ്യദ്രോഹി ആണ്ടാ എന്ന് പറഞ്ഞ് നല്ല പച്ചത്തെറി അഖിലിന്റെ ലൈവിൽ വന്നിരുന്ന് പ്രേക്ഷകർ ആദ്യമായിട്ടാണ് ഇരുന്ന് പറയുന്നത്. അപ്പോൾ ആ ചെയ്തൊരു മോശം പ്രവൃത്തി തന്നെയാണെങ്കിൽ പുള്ളിയുടെ ഈ നാവെന്ന് പറഞ്ഞ കൈവിട്ട ആയുധമാണല്ലോ, അതറിയാതെ കൈവിട്ടു പോയി പുള്ളിയുടെ കയ്യിൽ നിന്ന്. അതാണ് സംഭവിച്ചത്. ആക്ച്വലി ഒരുപക്ഷെ പുള്ളിക്ക് ഉള്ളിൽ അറിയാമായിരുന്നു ഇത്രയും പറയേണ്ടിയിരുന്നില്ല എന്ന്. അല്ലെങ്കിൽ ഈ ബലൂചിസ്ഥാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് അലിഗേഷൻസ് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും വിത്ത് എവിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇങ്ങനെ തെളിവുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇന്ന സാധനങ്ങൾ വെച്ച് കണ്ടിട്ടുണ്ട്, എൻ്റെ മറ്റേ ഡീപ്പായിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടെന്ന് കാണിക്കട്ടെ അഖിൽ, എന്നിട്ട് പറയട്ടെ. അതൊന്നും പറയാതെ ഒരു മൂന്നാംകിട ഓൺലൈൻ ചാനലിലെ ഒരു പ്രവർത്തകനെ പോലെ വന്നിരുന്ന് സംസാരിച്ചതാണ് രാജ്യത്തെ ചൊടിപ്പിച്ചത്, രാജ്യത്തിലെ നിയമ സംഹിതയെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നത്. തീർച്ചയായിട്ടും ഒരിക്കലും ഒരു രാജ്യത്തെ പൗരൻ ചെയ്യാൻ പാടുള്ളതല്ല. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് തന്നെയാണ് പല ചാരവനിതകളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സൈബർ ഇടങ്ങളിൽ നിന്ന് തന്നെ. സോ അഖിൽ മാരാർ അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് വിഷമമാണ് ആദ്യം തോന്നിയത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം പ്രതികരിച്ചത്. ജനങ്ങളെക്കാൾ കൃത്യമായിട്ട് ആൾക്കാർ മനസ്സിലാക്കി എന്നുള്ളതാണ്. അഖിലിനെ കൃത്യമായിട്ട് തന്നെ കോർണർ ചെയ്തുകൊണ്ട് ഇത് പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങളാണ്
അഖിൽ നടത്തിയത്. അഖിലിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല തുടങ്ങിയിട്ടുള്ള കമന്റുകൾ തന്നെയായിരുന്നു ആ ലൈവിൽ ബഹുഭൂരിപക്ഷവും 90% കമന്റുകളും അങ്ങനെ തന്നെയായിരുന്നു. ശാരിക, സാധാരണഗതിയിൽ ഈ അഖിലിന് ജയ് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നട്ടലോടുകൂടി ഈ കാര്യം പറയാൻ അഖിൽ ധൈര്യം കാണിച്ചതൊക്കെയാണ് പൊതുവെ നമ്മുടെ സംസ്ഥാനം, അത് ഞാൻ വിട്ടുപോയി. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരിനെ, മുഖ്യമന്ത്രിയൊക്കെ അഖിൽ ഘോര വിമർശിക്കുമ്പോഴും ഒരാളും അഖിലിനെ എതിർത്ത് പറയില്ല. ബിക്കോസ് അതിൽ പറയുന്നതിൽ കഴമ്പുണ്ടായിരുന്നു. വയനാടുണ്ടായ ഈ ദുരന്തത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പോട്ടടക്കം അതിലും അറസ്റ്റ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അഖിൽ എങ്ങും പോയില്ല, പേടിച്ചില്ല. പക്ഷെ പുള്ളി ഇത് ഒന്ന് ശരിക്കൊന്ന് എന്നുള്ളതാ ഈ ഒരു കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് ലൈവ് മുക്കി. ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി. പക്ഷെ അത് പലരും എടുത്ത് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പലയിടത്തുനിന്നും കിട്ടുമല്ലോ. നമ്മള് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചില കാര്യങ്ങളൊക്കെയാണെങ്കിൽ അതിന് തെളിവില്ല. പക്ഷെ ലൈവോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൺസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടുത്ത സെക്കൻഡിൽ അതിന് ഡിലീറ്റ് ചെയ്താൽ പോലും കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ബിരുദന്മാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെങ്ങും പോകത്തില്ല. ഈ കിട്ടും. പഴയ നമ്മൾ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ പോലും പലരുടെയും കയ്യിൽ കാണും. ഇങ്ങനെ വൈറൽ കണ്ടന്റുകൾ വീണ്ടും അത് റീപോസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതെ, സംസ്ഥാനത്തിനെ ഇരിക്കുന്ന മുഖ്യമന്ത്രിയെ പറയുന്ന പോലെ അല്ല ഒരു രാജ്യത്തിന്റെ സൈന്യത്തെയോ അവിടുത്തെ നയതന്ത്ര പ്രതിനിധികളെയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയോ ഇത്രമാത്രം അധിക്ഷേപിക്കുന്നതെന്ന് അഖിൽ അറിഞ്ഞിരുന്നില്ല. അഖിൽ തികഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിനോട് അദമ്യമായ ആഗ്രഹമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് പലതട്ടിൽ കിടക്കുകയാണ്. ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന നേതാക്കന്മാരൊന്നും കോൺഗ്രസിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയപ്പെടുന്ന പാർട്ടി തുടർഭരണം നടത്തി കേരളത്തെ പല അഴിമതികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് അയാളുടെ ഇഷ്ടം, അയാളുടെ പാർട്ടി, അയാൾക്ക് ഓരോ താല്പര്യങ്ങൾ എന്ന് വെച്ചിട്ട് ഇന്ദിരാഗാന്ധി ആകാൻ നരേന്ദ്രമോദിക്ക് പറ്റില്ല. നരേന്ദ്രമോദിക്ക് ആകാൻ ഒരുപക്ഷെ ഇനി വരുന്ന മന്ത്രിമാർക്ക് പറ്റില്ല. കാലങ്ങളിൽ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എന്ത് തന്നെയായാലും നമ്മളൊരു പാർട്ടിയുടെയും അനുഭാവിയായ ഒരു മാധ്യമ പ്രവർത്തകരല്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തത് ആ കാലഘട്ടത്തിന് അനിവാര്യമായിരുന്നു. അതാണ് ഇന്ദിരാഗാന്ധി അന്ന് ചെയ്തത്. അഖിൽ പറഞ്ഞ കോട്ടിങ് അതാണ്. അന്ന് അമേരിക്ക പറഞ്ഞ വാക്കുപോലും കേൾക്കാതെ ഇന്ദിരാഗാന്ധി ഇന്ന രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അത് അവർ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ആ കാലം മാറി. 1971 ഇന്ത്യ അല്ല 2025 ഇന്ത്യ എന്ന് പറയുന്നത്. അന്നിരിക്കുന്ന നേതാവല്ല ഇന്നിരിക്കുന്ന നേതാവ്, ഇന്നിരിക്കുന്ന ഇന്ത്യ നയിക്കുന്ന പ്രധാനമന്ത്രി. അതോടൊപ്പം അന്നുള്ള ഫെസിലിറ്റി ആയിരുന്നില്ല അന്നുള്ള ഫെസിലിറ്റി അല്ല ഇന്ന് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ഇന്ന് പതിവിൽ നിന്നല്ല ഒരു 10-20 മടങ്ങ് ശക്തി ആർജിച്ചിരിക്കുന്നു, സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും ഒക്കെ. അപ്പോൾ പാകിസ്ഥാൻ നല്ല രീതിയിൽ തന്നെ പേടിക്കും ഇന്ത്യയെ. ഇന്ത്യ തൊടുത്തുവിടുന്ന ഒരു ആയുധം പോലും പാഴായി പോവില്ലെന്ന് അത് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കും അത് തൊടുത്തുവിടുന്ന ആൾക്കാർക്കും വ്യക്തമായ ധാരണയുണ്ട്. ആ ഒരു വിജയമാണ് പാകിസ്ഥാനിലെ തീവ്രവാദികളെ കൊന്നൊടുക്കി കളഞ്ഞത്. അത് മനസ്സിലാക്കാതെയാണ് അഖിൽ സംസാരിച്ചത്. കുറച്ചുകൂടെ മൂളെ ഉണ്ടാക്കാമായിരുന്നു അഖിൽ എന്നാണ് എനിക്കിതിൽ തോന്നിയിരിക്കുന്നത്. പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ എന്താണ് ആരാധകർ, ഒരു ഇൻഫ്ലുവൻസർ, അഖിൽമാരാറെ പോലെ ഇൻഫ്ലുവൻസർ ഇത്തരം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചിന്തിച്ച് മാത്രം മറുപടി പറയേണ്ട, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ പറയേണ്ട ഒരു വിഷയത്തിൽ എന്താണ് നമ്മുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് മാത്രം നരേന്ദ്രമോദി യുദ്ധം അവസാനിപ്പിച്ചു, ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുമ്പോൾ പറയുന്നതിൽ തെല്ലും കഴമ്പില്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് മുൻപ് തന്നെ എന്തായാലും കാര്യങ്ങൾ കൃത്യമായ നിയമ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനിയും അഖിൽമാരാറെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ രാജ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹമടക്കമുള്ള കേസുകൾ ഇനി നമ്മളെയും തേടി വരും, നിങ്ങളെയും തേടി വരും. കാര്യം അത് തേടി വരേണ്ടതുമാണ്. കാര്യം കൃത്യമായിട്ട് തന്നെ രാജ്യത്തിൻ്റെ ഒരു സംവിധാനത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷയും സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന് രാജ്യത്തിനെതിരെ തന്നെ പറയുന്നത് നമുക്ക് ഒട്ടും മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇനിയെങ്കിലും അഖിലാകട്ടെ മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആകട്ടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് കാര്യങ്ങൾ പറയേണ്ട അവസ്ഥയും സ്ഥിതിയുമൊക്കെ ഇനിയെങ്കിലും ഉണ്ടാകണം.